ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമിതാവ് ഘോഷിൻ്റെ ഷാഡോ ലൈൻസ് എന്ന നോവലാണ്. അപ്പോൾ ഈ നോവൽ പബ്ലിഷ് ചെയ്തത് 1988 ഈ വർക്കിന് സാഹിത്യ അക്കാദമി അവാർഡും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വർക്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ നോവൽ 2 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഗോയിങ് എവേ ആൻഡ് കമ്മിങ് ഹോം. അതായത് ഇവിടെ നിന്ന് പോവുക ആൻഡ് തിരിച്ച് വീട്ടിലേക്ക് വരിക എന്നൊരു ലിറ്ററൽ മീനിങ്. അങ്ങനെ 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ വർക്കിന് 2 ലെവൽസിൽ അനലൈസ് ചെയ്യാൻ പറ്റും. ദിസ് വർക്ക് ക്യാൻ ബി വ്യൂഡ് അറ്റ് 2 ഡിഫറെൻറ്റ് ലെവൽസ്. അറ്റ് 1 ലെവൽ വി ക്യാൻ വ്യൂ ഇറ്റ് ആസ് ദ സ്റ്റോറി ഓഫ് എ ബംഗാളി ഫാമിലി. ഒരു ബംഗാളി ഫാമിലിയുടെ കഥയായിട്ട് നമുക്ക് ഈ നോവലിന് ഒരു രീതിയിൽ വെച്ച് നോക്കാം. ആൻഡ് അറ്റ് ദ സെക്കൻഡ് ലെവൽ ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് ആൻ ഇംഗ്ലീഷ് ഫാമിലി സെറ്റിൽഡ് ഇൻ ലണ്ടൻ. അപ്പോൾ ഒരു ബംഗാളി ഫാമിലിയിലും ഒരു ഇംഗ്ലീഷ് ഫാമിലിയുടെയും കഥയായിട്ട് നമുക്ക് ഈ നോവലിനെ പറയാൻ പറ്റും. അപ്പോൾ ബംഗാളി ഫാമിലി നമ്മൾ പറഞ്ഞല്ലോ, ഫസ്റ്റ് ലെവലിൽ നമ്മൾ ബംഗാളി ഫാമിലിയുടെ കഥയാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ അത് നമുക്ക് കണ്ടംപററി നമ്മളുടെ ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടും അവിടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഇത് എഴുതിയിരിക്കുന്ന സമയത്താണ് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇഷ്യൂസ്, വയലൻസ്, ഇതിനെക്കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സ്റ്റോറിയിൽ 3 ജനറേഷൻസ് ഓഫ് എ ഫാമിലി പറയുന്നുണ്ട്. അതായത് ബംഗാളി ഫാമിലിയുടെ 3 ജനറേഷനെ പറ്റിയും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ നോവലിലുള്ളത് ഒരു അൺനെയിംഡ് നരേറ്ററാണ്. ആ നരേറ്ററിന് ഇപ്പോൾ കറൻ്റ്ലി 8 വയസ്സാണുള്ളത്. അപ്പോൾ ആ നരേറ്ററാണ് തൻ്റെ ഫാമിലിയെക്കുറിച്ചും ഫാമിലിയിലുണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അവിടെ വയലൻസ്, ഇഷ്യൂസ്, നമ്മളുടെ ബംഗ്ലാദേശിൽ അവരുടെ താമസിച്ചിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവരുടെ ഫാമിലി ഹിസ്റ്ററി എന്ന രീതിയിലൊക്കെ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നരേറ്ററിന് ഒരു ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു. ആ ഗ്രാൻഡ് മദറിൻ്റെ പേരാണ് തമ്മ, THAMMA, തമ്മ. അപ്പോൾ തമ്മ ജനിച്ചത് ബംഗ്ലാദേശ് ധാക്കയിലാണ്. 1902 ജനിച്ചത്. ഓക്കെ, അപ്പോൾ തമ്മ യങ് ആയിരുന്നപ്പോൾ, തമ്മ കുഞ്ഞായിരുന്നപ്പോൾ തമ്മയുടെ അച്ഛനും അങ്കിളും എന്ത് ചെയ്തു, ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഓവർ ദ പ്രോപ്പർട്ടി, അവരുടെ ആൻസിസ്ട്രൽ ഹൗസ് ആരാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അടികൂടുന്നുണ്ടായിരുന്നു തമ്മ കുഞ്ഞായിരിക്കുമ്പോൾ. അങ്ങനെ ആ അടി എന്തിലേക്ക് അവസാനിച്ചു, ഒരു ഡിവിഷനിലേക്ക് എത്തി. അവരുടെ തന്നെ ഹൗസ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അവർ 2 പാർട്ടായിട്ട് ഒരു വീട്ടിൽ തന്നെ ജീവിക്കാൻ തുടങ്ങി, അവരുടെ ആൻസിസ്ട്രൽ ഹോമിൽ. ഇത് പണ്ടത്തെ കാര്യമാണ്. ഇപ്പോൾ നരേറ്ററിൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ലൈഫിലുണ്ടായിരുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഈ നോവലിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ തന്നെയാണ് തമ്മ എന്ന് പറയുന്ന നരേറ്ററിൻ്റെ ഗ്രാൻഡ് മദർ. സോ നല്ല ലിസൺ ചെയ്തിരിക്കുക. അപ്പോൾ ഈ തമ്മയുടെ അച്ഛനും തമ്മയുടെ അങ്കിളും കൂടെ, തമ്മയുടെ അങ്കിൾ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ബ്രദറാണ്. അപ്പം അങ്കിളും അച്ഛനും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അവരുടെ വീട് 2ആയിട്ട് സ്പ്ലിറ്റായി, ഡിവൈഡായി. അപ്പോൾ എന്ത് സംഭവിച്ചു, അവരുടെ അവർ 2 ഹാഫായിട്ട് അവരുടെ ഹൗസ് ഷെയർ ചെയ്ത് താമസിച്ചു. പക്ഷെ അപ്പോഴും തമ്മിൽ സംസാരവും കാര്യങ്ങളും ഒക്കെ വഴക്ക് രീതിയിലുള്ളതെന്ന്, അല്ലാതെ നോർമൽ ഹ്യൂമൻലി അവർ ടോക്ക് ചെയ്തിരുന്നില്ല. അപ്പം പയ്യെ തമ്മയുടെ സിസ്റ്ററിൻ്റെയും, തമ്മയ്ക്കൊരു സിസ്റ്ററുണ്ട്, തമ്മയുടെ സിസ്റ്ററിൻ്റെ പേരാണ് മായാദേവി. അപ്പോൾ തമ്മയുടെ സിസ്റ്ററിൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ അങ്കിളുമായിട്ടുള്ള കോണ്ടാക്റ്റ് മൊത്തത്തിൽ നിർത്തി ഇവർ. കാരണം ഇവർ വേറെ സ്ഥലത്തോട്ട് പോയി. പക്ഷേ സ്റ്റിൽ ജതമോഷായി എന്ന് പറയുന്ന അങ്കിള് ഇപ്പോഴും അവരുടെ ആൻസിസ്ട്രൽ ഹോമായിട്ടുള്ള ബംഗ്ലാദേശിലെ ധാക്കയിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഇതൊരു കോംപ്ലക്സ് പ്ലോട്ടാണ്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ തിരിഞ്ഞു പോയേക്കാം. ഞാൻ ഒന്നുകൂടി ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ, തമ്മയുടെ കുഞ്ഞിലത്തെ ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ തമ്മയുടെ അങ്കിളും അച്ഛനും തമ്മിൽ ഫൈറ്റ് ഉണ്ടായി. തമ്മയുടെ അങ്കിളിൻ്റെ പേരാണ് ജതമോഷായി, JETHAMOSHAI. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായി. അപ്പോൾ അവരുടെ ആൻസിസ്ട്രൽ ഹോം 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അവർ 2ആയിട്ട് ജീവിക്കാൻ തുടങ്ങി. അവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ നിന്നു. അങ്ങനെ പതുക്കെ അവരുടെ ടച്ച് വിട്ടുപോയി, കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാതെ പോയി. അങ്ങനെ അതാണ് തമ്മയുടെ ഒരു പണ്ടത്തെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പം തമ്മയുടെ കല്യാണം കഴിഞ്ഞത് ഒരു റെയിൽ റോഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ്. തമ്മയുടെ കല്യാണം കഴിഞ്ഞത് റെയിൽ റോഡിൽ വർക്ക് ചെയ്ത ഒരാളായിട്ടായിരുന്നു. അയാളൊരു എഞ്ചിനീയർ ആയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ആ ഹസ്ബൻഡ് മരണപ്പെട്ടു പോയി. അപ്പോൾ തമ്മ ലെഫ്റ്റ് അലോണായിട്ട് നിൽക്കുകയാണ്. കാരണം തമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഇനി തമ്മ മാത്രമേ ഉള്ളൂ. കാരണം ഹസ്ബൻഡ് മരണപ്പെട്ടു പോയി. അപ്പോൾ മരണപ്പെട്ടത് കൊണ്ട് തന്നെ തമ്മ ഇനി ഒറ്റയ്ക്ക് തൻ്റെ മകനെ റേസ് ചെയ്യണം, ഒറ്റയ്ക്ക് തൻ്റെ മകനെ വളർത്തണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തയായി. പക്ഷേ ഷീ ഈസ് നോൺ ഫോർ സ്ട്രോങ് വിൽ, നല്ല ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള സ്ട്രോങ് വില്ലുള്ള നല്ലൊരു തൻ്റെ മോനെ ഒറ്റയ്ക്ക് റേസ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസമുള്ളൊരു വ്യക്തിയായിരുന്നു തമ്മ എന്ന് പറയുന്നത്. അപ്പോൾ തമ്മ ആരുടെ സപ്പോർട്ടൊന്നും എന്നെ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞു നിന്നില്ല. ഇൻസ്റ്റെഡ് ഷി വാസ് ഹാർഡ് വർക്കിംഗ് ആൻഡ് സ്ട്രോങ് ആയിരുന്നു. മെൻ്റലി, ഇമോഷണലി എല്ലാം സ്ട്രോങ് ആയിരുന്നു. ഒരുപാട് പേഷ്യൻസ് ഒക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു തമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലിയിൽ നിന്ന് ഒരു സപ്പോർട്ടും അവൾ ആശ്രയിച്ചില്ല. ഒരു ബോൾഡായിട്ടുള്ള ലേഡിയായിരുന്നു. അവസാനം തമ്മയ്ക്ക് ഒരു സ്കൂളിൽ ടീച്ചർ എന്ന രീതിയിൽ ഒരു ജോബ് കിട്ടുകയും പോകെ ഒരു ഹെഡ് മിസ്ട്രസ്സായി മാറുകയും ചെയ്തു, ഒരു ഗേൾസിൻ്റെ സ്കൂളിൽ.
അങ്ങനെ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി തമ്മ. ആൻഡ് അങ്ങനെയാണ് തമ്മ തൻ്റെ മകനെ റേസ് ചെയ്തത്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം തമ്മയുടെ മകൻ വലുതായതിന് ശേഷം കല്യാണത്തിൻ്റെ ഏജൊക്കെ ആയി. അങ്ങനെ ഒരു വുമനെ കല്യാണം കഴിച്ചു. പക്ഷേ ആ പെണ്ണിൻ്റെ പേര് ഇതിൻ്റെ അകത്ത് വലുതായിട്ട് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ തമ്മ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു. അപ്പോൾ അവർ രണ്ടുപേരിലുണ്ടായ കുട്ടിയാണ് നമ്മളുടെ അൺനെയിംഡ് നരേറ്റർ എന്ന് പറയുന്നത്. സോ ഇതാണ് അവരുടെ ഒരു ഫാമിലി ഗ്രാഫ് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം നരേറ്റർ എന്ന് പറയുന്ന ഒരു ഹംബിൾ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ആൻഡ് നരേറ്റർ എന്താണ്, കൽക്കട്ടയ്ക്ക് പുറത്ത് പോയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ സ്റ്റോറിയിൽ മെയിനായിട്ട് 3 പ്ലേസസാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്: കൽക്കട്ട, ബംഗ്ലാദേശ് ആൻഡ് ലണ്ടൻ. ഓക്കെ, അപ്പം ജതമോഷ ഇപ്പോഴും എവിടെ തന്നെ നിൽക്കുകയാണ്? ബംഗ്ലാദേശ് ധാക്കയിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ഇവർ കറൻലി തമ്മൊക്കെ ഉള്ളത് കൽക്കട്ടയിലാണ്. ആൻഡ് ലണ്ടൻ ഫാമിലിയുടെ കാര്യം ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ നരേറ്റർ, അൺനെയിംഡ് നരേറ്ററിൻ്റെ എങ്ങനെ ഉണ്ടായി, ഏത് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്, അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 1947 പാർട്ടീഷൻ നടന്നു ഇന്ത്യയിൽ. അപ്പോൾ വെസ്റ്റ് ബംഗാൾ ഇന്ത്യയുടെ ഒരു ഭാഗമാവുകയും ഈസ്റ്റ് ബംഗാൾ പാകിസ്ഥാനിൽ തന്നെ റിമെയിൻ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഈസ്റ്റ് ബംഗാൾ പിന്നീട് എന്തായിട്ട് മാറി? ബംഗ്ലാദേശായിട്ട് മാറി. ധാക്കയാണ് അതിൻ്റെ ക്യാപിറ്റൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ബേസിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. So the partition happened in 1947. The East Bengal of India, that is Bangladesh, is given to Pakistan. So this part of the country is known as East Pakistan. Indira Gandhi helped East Pakistan to get freedom. ഇനി നമുക്ക് മായാദേവിയുടെ ഫാമിലിയിലോട്ട് പോവാം. മായാദേവി ഷാഹിബ് എന്ന് പറയുന്നൊരു വ്യക്തിയെ കല്യാണം കഴിച്ചു. അപ്പോൾ ഷാഹിബിന് വേറൊരു പേരുണ്ടായിരുന്നു, മെഷ മൊഷായി എന്നാണ് പറയുന്നത്, മെഷോ മൊഷായി. ബട്ട് നമുക്കിവിടെ ഒരു എളുപ്പത്തിന് ഷാഹിബ് എന്ന് തന്നെ പറഞ്ഞു പോകാം. അദ്ദേഹത്തിൻ്റെ വേറെ പേരാന്നേ ഉള്ളൂ മെഷോ മൊഷ എന്ന് പറയുന്നത്. അപ്പം മായാദേവി ഷാഹിബ് എന്ന് പറയുന്ന ഒരാളെ കല്യാണം കഴിച്ചു. ആൻഡ് അവർക്ക് രണ്ടുപേർക്കും കൂടെ 3 ആൺമക്കളാണ് ജനിച്ചത്. അതാരൊക്കെയാ? ജതിൻ, ട്രിഡിബ്, റോബി. ഇങ്ങനെ 3 ആൺമക്കളായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നത്. സോ ഇതാണ് ഇവിടുത്തെ അവരുടെ ഫാമിലി ഗ്രാഫ് എന്ന് പറയുന്നത്. ആൻഡ് ഷാഹിബിൻ്റെ ഫാമിലിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഷാഹിബിൻ്റെ അച്ഛൻ്റെ പേരാണ് ജസ്റ്റിസ് ദത്താ ചൗധരി. ദത്താ ചൗധരി എന്ന് പറയുന്നത് ഒരു ഹൈലി ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആയിരുന്നു. ആൻഡ് ഒരു ഡിപ്ലോമാറ്റ് ആയിരുന്നു. ഓരോരോ ഫോറിൻ സർവീസസിലൊക്കെ എൻറോൾഡായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആൻഡ് ജസ്റ്റിസ് ദത്താ ചൗധരിയുടെ ഫാമിലി നമ്മുടെ മായാദേവി ആയിട്ടുള്ള ഫാമിലി ഒരു അറേഞ്ച് മാരേജ് ആയിട്ടാണ് അവർ കല്യാണം കഴിഞ്ഞത്. ആൻഡ് അവരുടെ 3 മക്കളാണ് ജതിൻ, ട്രിഡിബ് ആൻഡ് റോബി. അപ്പോൾ ഇതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള അവരുടെ ഫാമിലി ഇത്. ആൻഡ് ഞാൻ എടുത്ത് പറയുന്നത്, ഞാൻ ക്യാരക്ടേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഇൻകൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ അൺനെയിംഡ് നരേറ്ററിന് തൻ്റെ അങ്കിളായിട്ടുള്ള ട്രിഡിബിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, എക്സ്ട്രീംലി ഫോണ്ടായിരുന്നു, ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പം ട്രിഡിബ് തനിക്കറിയാവുന്ന നോളജും അറിവുകളും ഓരോ കാര്യങ്ങളും ഇപ്പം ഹിസ്റ്ററിക്കൽ സെൻസ് ആവട്ടെ, ഹിസ്റ്ററിയെക്കുറിച്ചാവട്ടെ, ഇമാജിനേഷനെക്കുറിച്ചാവട്ടെ, ഒരുപാട് കാര്യങ്ങൾ, ആർക്കിയോളജിയെക്കുറിച്ചാവട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ അൺനെയിംഡ് നരേറ്ററിൻ്റെ കഥയായിട്ട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അൺനെയിംഡ് നരേറ്റർ ഈസ് എക്സ്ട്രീംലി ഫോണ്ട് ഓഫ് ട്രിഡിബ്. ആൻഡ് അവർ രണ്ടുപേരും ഒരുപാട് ടൈം ഒരുമിച്ച് ചിലവഴിച്ചിരുന്നു. ആൻഡ് ട്രിഡിബ് ആർക്കിയോളജിയിൽ PhD എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് ഹിസ്റ്ററിക്കലായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ട്രിഡിബ് അൺനെയിംഡ് നരേറ്ററിന് പറഞ്ഞു കൊടുക്കുമായിരുന്നു, തൻ്റെ അങ്കിള് പറഞ്ഞു കൊടുക്കുമായിരുന്നു. സോ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ അൺനെയിംഡ് നരേറ്റർ ഈ കൽക്കട്ട വിട്ട് പോയിട്ടില്ല. അപ്പോൾ ട്രിഡിബിന് ലണ്ടനെക്കുറിച്ചോ അല്ലെങ്കിൽ വേൾഡിനെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ നോളജ് ഉണ്ടെങ്കിൽ തന്നെയും അത് ട്രിഡിബിൻ്റെ കഥ കൊണ്ടാണ്. അതായത് അൺനെയിംഡ് നരേറ്ററിന് ഈ ലോകവിവരം വന്നിട്ടുള്ളത് ട്രിഡിബ് പറഞ്ഞു കൊടുത്ത അറിവ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും ലോകം എന്താണെന്ന് അവിടെ എക്സ്പ്ലോർ ചെയ്ത് വിസിറ്റ് ചെയ്ത് ഒന്നും കണ്ടിട്ടില്ല നമ്മളുടെ അൺനെയിംഡ് നരേറ്റർ. അപ്പം നരേറ്ററിന് ഈ ലോകം അല്ലെങ്കിൽ ലണ്ടൻ, നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ലണ്ടനാണ് ഇവിടെ. അപ്പോൾ ഈ നരേറ്ററിന് ഈ ലണ്ടൻ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയത് ട്രിഡിബിൻ്റെ ഓരോ കഥകളിലൂടെയാണ്. അപ്പോൾ ഹീ ഫീൽസ് ദാറ്റ് ഹി ഹാസ് വിസിറ്റഡ് ലണ്ടൻ ത്രൂ ഇമാജിനേഷൻ ആൻഡ് ദ സ്റ്റോറീസ് ഓഫ് ഹിസ് അങ്കിൾ ട്രിഡിബ്. അങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ കഥ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ജതിൻ വർക്ക് ചെയ്യുന്നത്, ജതിനാകട്ടെ റോബി ആകട്ടെ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു ഹൈ സ്റ്റേറ്റസ് ഉള്ളൊരു ജോബിലാണ് അവർ രണ്ടിനും വർക്ക് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞല്ലോ മായാദേവിക്ക് 3 മക്കളുണ്ട്, ജതിൻ, ട്രിഡിബ് ആൻഡ് റോബി. അതിൽ ജതിൻ എന്ന് പറയുന്ന ആൾക്ക് ഒരു എക്കണോമിസ്റ്റ് എന്ന നിലയിൽ വിത്ത് UN അദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നു. ആൻഡ് റോബി ഒരു സിവിൽ സെർവൻ്റ് ആയിരുന്നു.
പിന്നെ ട്രിഡിബ് മാത്രമാണ് തൻ്റെ ഫാമിലിയുടെ സ്റ്റേറ്റസ് ഉപയോഗിച്ച് ഒരു ഹയർ പൊസിഷനിലെത്താൻ നോക്കാത്തത്. അതായത് തൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഒരു ഹൈലി ഇൻഫ്ലുവൻഷ്യൽ റിച്ച് ആയിട്ടുള്ള ഫാമിലിയാണ്. ബട്ട് സ്റ്റിൽ ഹി ചോസ് നോട്ട് ടു എന്താണ് ഫാമിലിയുടെ സ്റ്റേറ്റസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫാമിലി പരമായിട്ട് തനിക്കൊരു ഉയർച്ച വരേണ്ട, തൻ്റെ സ്വന്തം കാലിൽ നിന്ന് എന്തെങ്കിലും എന്താണ് ഉണ്ടാക്കിയെടുക്കാനാണ് ട്രിഡിബ് നോക്കിയിരുന്നത്. മറ്റ് 2 ബ്രദേഴ്സ് ആവട്ടെ ഹൈലി സക്സസ്ഫുൾ ആണ്. ഓൺ ദ അതർ ഹാൻഡ് ട്രിഡിബ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ അദ്ദേഹം തൻ്റെ കണക്ഷൻസ് ഒന്ന് യൂസ് ചെയ്തുകൊണ്ട് തനിക്കൊരു മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ഉണ്ടാകാൻ നോക്കുന്നില്ല. ഓക്കെ, മായാദേവിയുടെയും തമ്മയുടെയും ഫാമിലി എന്ന് പറയുന്നത് ഹൈലി റിച്ച് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിളാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അവർ അരിസ്റ്റോക്രാറ്റിക് പീപ്പിളാണ്. അപ്പോൾ അവർ ബിലോങ് ചെയ്തിരിക്കുന്നത് ഭദ്രലോക് എന്ന് പറയുന്ന ഒരു ഫാമിലിയിലാണ്. ഭദ്രലോക് അവർ ഹൈലി വെൽത്ത് രീതിയിലാവട്ടെ എഡ്യൂക്കേഷൻ്റെ രീതിയിലാവട്ടെ ഹൈലി അവർ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. പക്ഷേ അവരുടെ ഫാമിലി ട്രീയിൽ നിന്ന് വരുന്ന ട്രിഡിബ് എന്ന് പറയുന്നത് എപ്പോഴും ഇവരുടെ രീതിയിലോട്ട്, അതായത് ഇവരുടെ ഫാമിലി കണക്ഷൻസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ജോലി ചെയ്യാൻ തയ്യാറാവാത്തൊരു വ്യക്തിയായിരുന്നു ട്രിഡിബ്. ഇൻ ഷോർട്ട് അദ്ദേഹം സ്വന്തം ഒരു രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാനാണ് ട്രൈ ചെയ്തിരുന്നത്. അപ്പോൾ ഈ മായാദേവിയുടെ സണ്ണായിട്ടുള്ള ജതിന് ഒരു മകളുണ്ടായിരുന്നു. ആ മകളുടെ പേരാണ് ഇല. ഓക്കെ, ആ മകളുടെ പേരാണ് ഇല. അപ്പോൾ ഇല എന്ന് പറയുന്ന ലോകം മുഴുവനും കണ്ടിട്ടുണ്ട്. ലണ്ടൻ ഭയങ്കര ഇഷ്ടമാണ്. വെസ്റ്റേൺ കൾച്ചറിന് ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇല എന്ന് പറയുന്നത് ഈ അൺനെയിംഡ് നരേറ്ററിൻ്റെ കസിനാണ്. നമ്മളുടെ അൺനെയിംഡ് നരേറ്ററിൻ്റെ കസിനാണ് ഇല. സോ ഈ അൺനെയിംഡ് നരേറ്ററിന് ഇലയോടൊരു ക്രഷൊക്കെ തോന്നുന്നു, ഇഷ്ടം തോന്നുന്നു. ആൻഡ് ഒരു സമയത്ത് ഈ അൺനെയിംഡ് നരേറ്റർ തൻ്റെ ഇഷ്ടം തുറന്നു പറയുന്നു. പക്ഷേ അവൻ തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ ഇലയ്ക്ക് അവനോട് പുച്ഛമാണ്, സിമ്പതിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇലയ്ക്ക് എന്ന് പറയുന്ന ലോകം മൊത്തം എക്സ്പ്ലോർ ചെയ്യണം. പക്ഷേ ഈ അൺനെയിംഡ് നരേറ്റർ എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ നിൽക്കുകയാണ്, ഇവിടെ വിട്ട് പോകുന്നില്ല, എക്സ്പ്ലോർ ചെയ്യുന്നില്ല. തനിക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ തന്നെ തൻ്റെ അങ്കിളുടെ കഥകളിലൂടെയാണ് അൺനെയിംഡ് നരേറ്ററിന് എന്തെങ്കിലുമൊക്കെ അറിയാവുന്നത് എന്നൊക്കെയാണ്. ഓക്കെ, സോ ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിൽക്കുന്നത്. ഇലയുടെ കാര്യമാണ്. ഇലയുടെ സ്റ്റോറി ലാസ്റ്റിലോട്ട് പോകുമ്പം ഷീ മാരീസ് എ മാൻ നെയിംഡ് നിക്ക്. ബട്ട് അവരുടെ ഫാമിലി ലൈഫ് നല്ലപോലെ പോകുന്നില്ല ബിക്കോസ് ഈസ് എൻഗേജ്ഡ് ഇൻ എക്സ്ട്രാ മാരിറ്റൽ അഫെയേഴ്സ്. ബട്ട് സ്റ്റിൽ ഷീ ചോസ് നോട്ട് ടു ലീവ് ഹിം ബിക്കോസ് ഷീ തിങ്സ് ദാറ്റ് ഇറ്റ് വിൽ ഗീവ് ഹിം മോർ ഫ്രീഡം ആൻഡ് ഓൾ. ആൻഡ് അവരുടെ കഥ നമുക്ക് പറഞ്ഞു വരാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിൽക്കുന്നത് നമ്മളുടെ അൺനെയിംഡ് നരേറ്ററിന് ഇലയെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇല അവനെപ്പോഴും കണ്ടം ചെയ്തിരുന്നു, എപ്പോഴും പുച്ഛത്തോടെ ആയിരുന്നു നോക്കിയിരുന്നത്. കാരണം അവനിക്ക് റിയൽ വേൾഡിനെ കുറിച്ച് ഒരു എക്സ്പീരിയൻസും ഇല്ല. അതുകൊണ്ട് തന്നെ അവൾ അവൻ്റെ കൺഫെഷൻ റിജക്റ്റ് ചെയ്തിരുന്നു. ഇല ഇംഗ്ലീഷ് ബോയ് ആയിട്ടുള്ള നിക്കിനെ കല്യാണം കഴിച്ചു. നമ്മൾ പറഞ്ഞല്ലോ ഇലയ്ക്ക് വെസ്റ്റേൺ കൾച്ചറിനോട് ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു, നല്ല ഇഷ്ടമായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അതാണ് അവിടുത്തെ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ മായാദേവിയുടെ സണ്ണായിട്ടുള്ള ജതിന് ഒരു മകളുണ്ടായിരുന്നു. അവളുടെ പേരാണ് ഇല. ഇലയുടെ അമ്മയുടെ പേര് ക്വീൻ വിക്ടോറിയ എന്നാണ് കേട്ടോ. ക്വീൻ വിക്ടോറിയ ഒറിജിനലി അങ്ങനെയല്ല, ആ വ്യക്തിയുടെ പേര് ക്വീൻ വിക്ടോറിയ, അല്ലാതെ ക്വീൻ വിക്ടോറിയ അല്ല കല്യാണം കഴിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ ട്രിഡിബ് നമ്മളെ അൺനെയിംഡ് നരേറ്ററിന് ഹൈലി ഒരു ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് തന്നെ ഉണ്ടാക്കി. ആൻഡ് ട്രിഡിബ് വേൾഡിനെ കുറിച്ചും വാറിനെ കുറിച്ചും ഒരുപാട് കഥകൾ നമ്മളുടെ അൺനെയിംഡ് നരേറ്ററിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ട്രിഡിബിൻ്റെ കഥകളൊക്കെ കേൾക്കുമ്പം നമ്മൾ അൺനെയിംഡ് നരേറ്റർ ഭയങ്കര ഫാസിനേറ്റഡ് ആയിട്ട് കേട്ട് നിൽക്കും. കാരണം ഹീ ഹാസ് നെവർ ബീൻ ഔട്ട് ഓഫ് കൽക്കട്ട. പിന്നെ ട്രിഡിബ് യൂസ് ടു ടെൽ ദ സ്റ്റോറീസ് ഓഫ് ദ റിയൽ വേൾഡ്. അപ്പം ഈസ് ദാറ്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് നരേറ്റർ ലിസൺസ് ടു ഹിം പേഷ്യൻ്റ്ലി. ഞാൻ പറഞ്ഞല്ലോ ഇമാജിനേഷനെ കുറിച്ചിട്ടൊക്കെ നമ്മളെ ട്രിഡിബ് നരേറ്ററിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന്. പിന്നെ ഇലയ്ക്ക് ഈ ട്രിഡിബിൻ്റെ ലോജിക്കിനോടൊന്നും ഒരു വിശ്വാസമില്ലായിരുന്നു. കാരണം ഇമാജിനേഷൻ കൊണ്ട് എന്തുണ്ടാവാനാണ്, നമ്മൾ റിയൽ വേൾഡ് എക്സ്പ്ലോർ ചെയ്യണം, അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യണം, ഇങ്ങനെയൊക്കെയായിരുന്നു ഇലയുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഷീ വാണ്ട്സ് ടു റോം ദ വേൾഡ്, ലോകം മൊത്തം ചുറ്റി കറങ്ങണം, ഒറ്റയ്ക്ക് ജീവിക്കണം. ഇമാജിനേഷൻ എന്ന കോൺസെപ്റ്റ് അവളെ റിജക്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ഇലയുടെ ഫാമിലി ലണ്ടനിലോട്ട് പോകുന്നു. ഷീ ബിഫ്രണ്ട്സ് വിത്ത് മിസ്സിസ് പ്രൈസ് എന്നൊരു വ്യക്തിയുടെ മകനുമായിട്ട് കൂട്ടാവുന്നു. മിസ്സിസ് പ്രൈസിൻ്റെ മകൻ്റെ പേരാണ് നിക്ക്. ഞാൻ പറഞ്ഞില്ല കല്യാണം കഴിഞ്ഞ നിക്കുമായിട്ടാണ്. അപ്പോൾ ട്രിഡിബ് ഇന്ത്യ വിട്ടു പോയത് 2 സമയത്താണ്. ഒന്ന് തൻ്റെ സ്റ്റഡീസ് PhD കണ്ടിന്യൂ ചെയ്യാനും അത് കംപ്ലീറ്റ് ചെയ്യാനും അവിടെ നിന്ന്. പിന്നെ രണ്ടാമത്തത് തൻ്റെ ഫാദർ, അതായത് ഷാഹിബിന് ഒരു മെഡിക്കൽ എമർജൻസി വരെയാണ്, പെട്ടെന്ന് ഒരു സർജറി ചെയ്യണം, ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നൊക്കെ പറയാണ്. അപ്പോൾ 1939 ഫോർ ദ ഫസ്റ്റ് ടൈം ട്രിഡിബ് ലണ്ടനിലോട്ട് ട്രാവൽ ചെയ്യുകയാണ്. അങ്ങനെ ഫാദറിൻ്റെ സർജറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലണ്ടനിലോട്ട് പോകുന്നത്. ആ സമയത്ത് 1939 to 45 നമുക്ക് എല്ലാവർക്കും അറിയാം, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയമായിരുന്നു. ആൻഡ് ഈ ഷാഹിബ് ലണ്ടനിൽ പോയിട്ട് എവിടെ താമസിക്കും എന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മൈൻഡിൽ എന്തായാലും വരൂലേ. ഷാഹിബും തൻ്റെ വൈഫായിട്ടുള്ള മായാദേവിയും പിന്നെ ട്രിഡിബും പ്രൈസ് ഫാമിലിയുടെ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. പ്രൈസ് ഫാമിലി നമ്മൾ ആദ്യമേ പറഞ്ഞു, നമുക്ക് ഈ നോവൽ 2 ലെവലായിട്ട് വ്യൂ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ വിത്ത് ബംഗാൾ ഫാമിലി ആൻഡ് രണ്ടാമത്തെ വിത്ത് ഇംഗ്ലീഷ് ഫാമിലി സെറ്റിൽഡ് ഇൻ ലണ്ടൻ. അതിൽ ഇംഗ്ലീഷ് ഫാമിലി
ഇംഗ്ലീഷ് ഫാമിലിയാണ് പ്രൈസ് ഫാമിലി. ഓക്കെ, പ്രൈസ് ഫാമിലി. ഇനി നമുക്ക് പ്രൈസ് ഫാമിലിയുടെ ഫാമിലി ചാർട്ട് നോക്കാം. പ്രൈസ് ഫാമിലിയിലെ പേട്രിയാർക്കാണ് ലയണൽ ട്രെസോസൻ. LIONEL TRESOSAWSEN. അപ്പം ലയണൽ ട്രെസോസൻ്റെ ഫാമിലിയാണ് പ്രൈസ് ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രിഡിബ് ലണ്ടനിലോട്ട് പോകുന്നത് തൻ്റെ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഫ്രം ലണ്ടൻ ടു ഇന്ത്യ അവർക്ക് ഒരുപാട് ബിസിനസ് നീഡ്സ് ഉണ്ടായിരുന്നു. ഈ രണ്ട് ഫാമിലിയും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് ലയണൽ ട്രെസോസൻ്റെ ഫാമിലിയും ജസ്റ്റിസ് ദത്ത ചൗധരിയുടെ ഫാമിലിയും എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഓരോരോ ബിസിനസ് അഫയേഴ്സ് അവരെങ്ങോട്ട് ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അവരായിട്ട് തന്നെ ബിൽഡ് ചെയ്തെടുത്തതാണ്. ഓക്കെ, ജസ്റ്റിസ് ദത്ത ചൗധരി നമുക്ക് എല്ലാവർക്കും അറിയാം ഷാഹിബിൻ്റെ അച്ഛനാണ്, അതായത് നമ്മളുടെ ഈലയുടെയൊക്കെ ഗ്രാൻഡ് ഫാദർ ആയിട്ട് വരും. ആൻഡ് നമ്മളിപ്പോൾ പറഞ്ഞ ലയണൽ ട്രെസോസൻ ആണ് പ്രൈസ് ഫാമിലിയുടെ പേട്രിയാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലയണൽ ട്രെസോസൻ്റെ മകളുടെ പേരാണ് മിസ്സിസ് പ്രൈസ്. ലയണൽ ട്രെസോസൻ്റെ മകളുടെ പേരാണ് മിസ്സിസ് പ്രൈസും പിന്നെ ലയണൽ ട്രെസോസന് ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് അലൻ എന്ന് പറയുന്നത്. അപ്പം ഇൻ ഷോർട്ട് ലയണൽ ട്രെസോസന് 2 മക്കളുണ്ടായിരുന്നു. ഒന്ന് അലനും രണ്ടാമത്തത് മിസ്സിസ് പ്രൈസും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഷാഹിബിന് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണമായിരുന്നു. ആ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടി ലണ്ടനിലോട്ട് പോയപ്പോൾ മിസ്സിസ് പ്രൈസിൻ്റെ ഫാമിലിയിലാണ് അവർ താമസിച്ചത്. ഈ സമയത്ത് ലണ്ടനിലോട്ട് പോകുമ്പോൾ ട്രിഡിബിന് 9 വയസ്സേ ഉള്ളൂ. ആൻഡ് മിസ്സിസ് പ്രൈസിന് 2 മക്കളുണ്ട്. മിസ്സിസ് പ്രൈസിൻ്റെ 2 മക്കളുടെ പേരാണ് മെയ്യും നിക്കും. ഓക്കെ, ലണ്ടനിൽ കുറച്ച് നാൾ താമസിക്കുകയും പിന്നീട് വേൾഡ് വാർ 2 ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പം ഇവരെല്ലാവരും കൂടെ ഇന്ത്യയിലോട്ട് റിട്ടേൺ ചെയ്തു. ഓക്കെ, ഇതാണ് ഇവിടുത്തെ സ്റ്റോറി എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറയണേ. ജതിൻ ക്വീൻ വിക്ടോറിയ എന്നൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു. അവർക്കുണ്ടായ മകളാണ് ഇല. ലയണൽ ട്രെസോസൻ്റെ മകൾ മിസ്സിസ് പ്രൈസ് സ്നൈപ്പ് എന്നൊരു വ്യക്തിയെ കല്യാണം കഴിച്ചു. അവർക്ക് 2 പേർക്കും ഉണ്ടായ കുട്ടിയാണ് മെയ് ആൻഡ് നിക്ക്. ഓക്കെ, ട്രെസോസനും ദത്ത ഫാമിലിയും ഒരു കോൺസ്റ്റൻറ്റ് ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു അവരുടെ 2 ഫാമിലീസും തമ്മിൽ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ലയണൽ ട്രെസോസൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യ വിസിറ്റ് ചെയ്തിരുന്നു കൊളോണിയൽ സമയത്ത്. ആ സമയത്ത് അവർക്ക് തമ്മിൽ ബിസിനസ്സായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചർച്ചകളുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ബന്ധം വെച്ചിട്ടാണ് ഇവർ ഉറപ്പിച്ച് ട്രീറ്റ്മെൻറ്റിന് പോയപ്പോൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം അവർ തമ്മിൽ അത്രയും നല്ലൊരു കണക്ഷൻ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് മിസ്സിസ് പ്രൈസിൻ്റെ മകനാണ് നിക്കെന്ന് പറയുന്ന ആ ചെറുക്കന് ആയിട്ട് ഇലയ്ക്കൊരു അഫെക്ഷനൊക്കെ തോന്നി എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. എന്നിട്ട് ഇവൻച്വലി അവർ 2 പേരും കല്യാണം കഴിച്ചു. ഇതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇല തിങ്സ് ദാറ്റ് എവറിഥിങ് അബൌട്ട് ദ ഇംഗ്ലീഷ് ലൈഫ് ഇസ് സോ ഗുഡ്. ഇംഗ്ലീഷ് ലൈഫ്, വെസ്റ്റേൺ കൾച്ചർ ഇതൊക്കെ സൂപ്പറാണെന്ന് വിചാരിച്ചിട്ടാണ് ഇലയ്ക്ക് ഇഷ്ടം. ഇല ഒരു ഇന്ത്യൻ ആയിരുന്നിട്ട് പോലും അവൾ അതിനെ കണ്ടം ചെയ്യുന്നു. ഷീ ഈസ് എ ഹിപ്പോക്രറ്റ്. ആൻഡ് ഓൺ ദ അതർ ഹാൻഡ് ഇവളുടെ മാരേജ് ലൈഫ് ഫ്ലോപ്പായി പോവുകയാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിക്കിന് മൾട്ടിപ്പിൾ അഫയേഴ്സ് ഉണ്ടായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ചീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ആൻഡ് ഒരു മോറൽ പ്രിൻസിപ്പിളൊന്നും നിക്ക് നോക്കിയിരുന്നില്ല. ഇല ഈ കാര്യങ്ങളൊക്കെ അൺനെയിംഡ് നരേറ്ററിന് ഓൾറെഡി ഇലയോട് ക്രഷ് ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇല ഇതൊക്കെ വന്നിട്ട് പറഞ്ഞത് അൺനെയിംഡ് നരേറ്ററിൻ്റെ അടുത്താണ്. അവർ തമ്മിൽ ആ ഒരു റിജക്ഷൻ, ആ കൺഫെഷൻ റിജക്റ്റ് ചെയ്തിട്ട് പോലും ഒരു ഫ്രണ്ട്ലി രീതിയിലൊക്കെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. സംസാരിക്കാനും സാധാ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു തമ്മിൽ. അങ്ങനെ ഇല തൻ്റെ വിഷമങ്ങളൊക്കെ തന്നെ വന്ന് പറയുകയാണ് അൺനെയിംഡ് നരേറ്ററിൻ്റെ അടുത്ത്. എന്നിട്ട് അവൾ പറയാണ്, ഞാൻ ഡിറ്റർമൈൻഡ് ആയിട്ട് നിൽക്കുകയാണ്, ഞാൻ ഒരിക്കലും നിക്കിനെ ഉപേക്ഷിച്ച് പോകില്ല. കാരണം ഞാൻ നിക്കിനെ ഉപേക്ഷിച്ച് പോയാൽ ഇറ്റ് വിൽ ഗീവ് ഹിം മോർ ഫ്രീഡം, ഒരുപാട് ഫ്രീഡം കൊടുക്കും നിക്കിന്. അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ചീറ്റിംഗ് നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് പോലും ദേ ആർ സ്റ്റിൽ മാരീഡാണ്, ഡിവോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഇതാണ് നമ്മൾ നിക്കിനെ കുറിച്ച് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞു മെയ് പ്രൈസിന് 2 മക്കളുണ്ട്, ഒന്ന് നിക്കും ഒന്ന് മെയ്യും. നിക്കാണ് ബോയ് ചൈൽഡ് ആൻഡ് മെയ് എന്ന് പറയുന്നതാണ് ആ കുട്ടി എന്ന് പറയുന്നത് പെൺകുട്ടി. സോ 1939 ആ സമയത്ത് ആയിരിക്കുമ്പം മെയ് എന്ന് പറയുന്നത് ഒരു ഇൻഫൻ്റ് ആയിരുന്നു, അതായത് കുഞ്ഞു വാവയായിരുന്നു. ആ സമയത്താണ് ട്രിഡിബ് നമ്മളുടെ ഈ പ്രൈസ് ഫാമിലിയെ വിസിറ്റ് ചെയ്യുന്നത്. ഈ സമയത്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് 2 പേരും തമ്മിൽ ഫീലിങ്സ് ഒക്കെ ഡെവലപ്പ് ആവാൻ തുടങ്ങി. അവർ 2 പേരും ഒരു എപ്പിസ്റ്റോളറി ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയി. എപ്പിസ്റ്റോളറി ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പം തമ്മിൽ ലെറ്റർ എക്സ്ചേഞ്ച് ചെയ്ത് ഒരുപാട് സംസാരിച്ച് അവരുടെ ഫാമിലി കോൺസ്റ്റൻറ്റ് ഇൻട്രാക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ അവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. ആൻഡ് അവർക്ക് 2 പേർക്ക് തമ്മിൽ ഫീലിങ്സ് ഇൻക്രീസ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ വർഷം എന്ന് പറയുന്നത് 1959 ആണ്. ഓക്കെ, ഇനി പറയാൻ പോകുന്ന വർഷം. അപ്പം ട്രിഡിബ് മെയ്യുമായിട്ടൊരു ലവ് അഫെയറിലോട്ടായി. എന്നിട്ട് മെയ് പറയാണ്, ഞാൻ നിന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലോട്ട് വരികയാണെന്ന്. കാരണം മെയ്യുടെ പ്ലേസ് എന്ന് പറയുന്നത് ലണ്ടനല്ലേ, അപ്പോൾ അവിടെ നിന്ന് ഇന്ത്യയിലോട്ട് വരിക എന്ന് പറയുന്നു. അപ്പോൾ തമ്മ അറ്റ് ദ സെയിം ടൈം തമ്മ മനസ്സിലാക്കുന്നു, ലേൺസ് ദാറ്റ് അങ്കിൾ ജദമോഷായി എന്ന് പറയുന്നത് ഇപ്പം
ഏകദേശം ഒരു 90 ഇയേഴ്സ് ഓൾഡായിട്ട് നിൽക്കുകയാണ്, ഭയങ്കര വയസ്സായിട്ട് നിൽക്കുകയാണ്, ഓൾഡാണ്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും നല്ല അഡമൻ്റായിട്ട് നിൽക്കുകയാണ്. ഞാൻ ഇതാക്കി തന്നെ നിൽക്കത്തുള്ളൂ, എൻ്റെ ആൻസസ്ട്രൽ ഹോമിൽ നിൽക്കൂ, അത് എൻ്റെ പ്രോപ്പർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്, ഇപ്പോഴും വഴക്കിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, അവ 90 വയസ്സായിട്ടും ഇപ്പോഴും അലൈവായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തമ്മ വിചാരിച്ചു ഇനി വഴക്കൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് അങ്കിളിനെ തിരികെ ധാക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട്, അതായത് ഇപ്പോൾ അവർ താമസിക്കുന്ന കൽക്കട്ടയിലോട്ട് കൊണ്ടുവരാം എന്ന് തമ്മ തീരുമാനിക്കുന്നു. ഷീ ഈസ് ഡിറ്റർമൈൻഡ് ടു ബ്രിങ് ഹിം ബാക്ക്. ഓക്കെ, അപ്പം ഇപ്പോൾ ഈ കറൻ്റ്ലി ഇവിടെ മേയ് ഉണ്ട്, ട്രിഡിബുണ്ട്, തമ്മ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ എന്ത് ചെയ്തു, ജതമോഷ എന്ന് പറയുന്ന അങ്കിളിനെ തിരിച്ച് വിളിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ആരൊക്കെയാണ് ധാക്കയിലോട്ട് പോകുന്നത്? തമ്മ, ട്രിഡിബ് ആൻഡ് മേയ്. അപ്പോൾ ഈ സമയത്താണ് ധാക്കയിൽ റയറ്റ്സ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര പ്രശ്നമായിട്ട് വയലൻസായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. തിങ്സ് ഗെറ്റിംഗ് വേഴ്സർ ആൻഡ് വേഴ്സർ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇവർ ജതമോഷായി എന്ന് പറയുന്ന അങ്കിളിൻ്റെ അടുത്ത് ഡയറക്റ്റ് പറയാണ്, നിങ്ങൾ തിരിച്ച് കൊണ്ടുപോകാനാ വന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അങ്കിൾ വരൂല, എന്താ കാര്യമെന്ന് പറയാതെ ബാക്ക് ഡോറിൽ കൂടെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ബട്ട് തിങ്സ് അവിടെ മൊത്തത്തിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും വരുന്ന റോഡിൽ കൂടെ പോകുന്ന എല്ലാവരെയും വലിച്ചു പിടിച്ചിടിക്കുന്നു, വയലൻസ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പം അവരുടെ വീട്ടിൽ ധാക്കയിലോട്ട് പോയപ്പം ജതമോഷായി ആകെ റെക്കഗ്നൈസ് ചെയ്തത് തമ്മയെ മാത്രമാണ്. ട്രിഡിബിനെയും മേയൊന്നും കണ്ടിട്ട് അയാൾക്ക് മനസ്സിലായില്ല. മേയെ ഓൾറെഡി അറിഞ്ഞൂടാ, കാരണം വലുതായില്ല ഇപ്പം. പക്ഷേ ട്രിഡിബിനെ കണ്ടു മനസ്സിലായില്ല, തമ്മയെ മനസ്സിലായി. പക്ഷേ എന്താ കാര്യമെന്ന് പറയാതെ അദ്ദേഹത്തിന് വിളിച്ചുകൊണ്ട് പോകാൻ തീരുമാനിക്കുന്നു. ബട്ട് ഇവിടെയാണ് ട്വിസ്റ്റ് നടക്കുന്നതെന്ന് വെച്ചാൽ, ഈ റൈറ്റ്സൊക്കെ ഇറങ്ങി നിൽക്കുന്ന സമയം ആയതുകൊണ്ടും എല്ലാം ഒരു വേഴ്സ് വാർ കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ജതമോഷായി അങ്കിൾ മരണപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് പേടിച്ച് മെയ് ജീവൻ കിട്ടാൻ വേണ്ടിയിട്ട് തിരിച്ച് ഓടുകയായിരുന്നു. പക്ഷേ ഓടിയപ്പം അതിൻ്റെ മെയ്യുടെ പുറകെ ട്രിഡിബും കൂടെ ഓടി. കാരണം ഫോർ ട്രിഡിബ് മെയ് ഈസ് എവറിത്തിങ്, റൈറ്റ്? അവർ രണ്ടുപേരും തമ്മിലൊരു ലവ് റിലേഷൻഷിപ്പിലല്ലേ. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ മെയ്ക്കൊന്നും വരരുത് എന്ന് ആലോചിച്ചിട്ട് തിരിച്ച് ട്രിഡിബും കൂടെ ഓടാൻ തുടങ്ങി. പക്ഷേ ആ സമയത്ത് റൈറ്റ്സ് വന്നിട്ട് ട്രിഡിബിനെ അറ്റാക്ക് ചെയ്യുന്നു. ട്രിഡിബ് മരണപ്പെടുന്നു. നെക്കിൽ എന്തോ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവരുടെ ജതമോഷായി ട്രിഡിബും പിന്നെ അവരുടെ കൂടെ വന്ന ഒരു ഹെൽപ്പറും കൂടെ ഉണ്ടായിരുന്നു, ആ ആളും കൂടെ മരണപ്പെട്ടു. ഇപ്പോൾ അവിടെ വരെയാണ് കഥ നിൽക്കുന്നത്. ഇതിന് ശേഷം തമ്മ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ട് മാറുന്നു. ലൈക്ക് ഷിവാസ് മുന്നേ ഭയങ്കര കടുംപിടുത്തമുള്ള നാഷണലിസ്റ്റ് ആയിരുന്നു, ഭയങ്കര ഡിറ്റർമൈൻഡ് സ്ട്രോങ് വിൽഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. ബട്ട് ഇപ്പോൾ മെൻ്റലി ഷീസ് തകർന്നു പോയൊരു സിറ്റുവേഷനിലാണ്. ഓക്കെ, തമ്മയ്ക്ക് മുമ്പേ എന്ന് പറയുകയാണെങ്കിൽ ഈ ട്രിഡിബിന് വലിയ കാര്യമൊന്നുമല്ലായിരുന്നു. ട്രിഡിബുമായിട്ട് അത്ര വലിയ കൂട്ടൊന്നും വെക്കരുത് എന്നൊക്കെ അണ്ണേൻ്റെ നരേറ്ററിൻ്റെ അടുത്ത് പറയുമായിരുന്നു. കാരണം ട്രിഡിബിന് വേണമെങ്കിൽ എത്രയോ ഹയർ പൊസിഷനിൽ എത്താൻ പറ്റുമെന്ന്, പക്ഷേ അത് സമയം കളയുന്നു, ഫാമിലി കണക്ഷൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് തമ്മയ്ക്ക് അത്ര മതിപ്പില്ലായിരുന്നു ട്രിഡിബിനോട്. ഐ മീൻ വെറുപ്പല്ല, ലൈക്ക് ഷീ ഹേറ്റ്സ് ദ ഫാക്ട് ദാറ്റ് വൈ കാൻ യു യൂസ് ഹിം, ദാറ്റ് കൈൻഡ് ഓഫ് പ്രിവിലേജ് ഉണ്ടായിരുന്നിട്ട് പോലും ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നൊരു കാര്യം. ഓക്കെ, പക്ഷേ ഈ ട്രിഡിബ് മരണപ്പെട്ടതിന് ശേഷം കംപ്ലീറ്റ്ലി ചേഞ്ച് ആയ വുമൺ മൊത്തത്തിൽ ഒരു മെൻ്റലി തകർന്നൊരു സിറ്റുവേഷനിലായിട്ട് മാറി. പണ്ടത്തെ പോലെ സംസാരിക്കത്തില്ല, ഒരു നമ്പ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ട്രിഡിബ് മരണപ്പെട്ടപ്പം നരേറ്ററിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു ആക്സിഡൻ്റ് ആയിരുന്നു എന്നൊക്കെയാണ്. പിന്നീട് ഇപ്പം അതിനുശേഷം ഒരുപാട് നാൾക്ക് ശേഷമാണ് ഹി കംസ് ടു നോ ദാറ്റ് ഇതൊക്കെയാണ് കാരണം, അതുകൊണ്ടിട്ടാണ് നമ്മളുടെ ട്രിഡിബ് മരണപ്പെട്ടത് എന്ന് മനസ്സിലാക്കും. അപ്പോൾ നമ്മളുടെ അൺനെയിംഡ് നരേറ്റർ പറയാണ് ട്രിഡിബ് അങ്കിൾ മരണപ്പെട്ടു, എനിക്ക് പക്ഷേ ഐ സ്റ്റിൽ ക്യാരി ലോട്ട് ഓഫ് മെമ്മറീസ് അബൌട്ട് ഹിം ആൻഡ് ഹി റിയലൈസസ് ദ ഫാക്ട് ദാറ്റ് ഈ ബോർഡേഴ്സ് ഇറ്റ് ഇൻഡീഡ് ക്രിയേറ്റ് ഡിഫറൻസസ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. കാരണം തമ്മ ഇങ്ങനെ ഇരുന്ന ഒരാളാണ് എങ്ങനെയായിട്ട് മാറി. ഈ ഷാഡോ ലൈൻസ് എന്ന് പറയുന്ന ഒരു ബോർഡർ ആണല്ലോ, ഇൻവിസിബിൾ ആയിട്ടുള്ള ബോർഡേഴ്സ്. ഓക്കെ, ആ ടൈറ്റിലിൻ്റെ ഇമ്പോർട്ടൻസ് ലാസ്റ്റ് പറയാം, ഇപ്പം കഥയിലോട്ട് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നരേറ്റർ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങി അബൌട്ട് ദ റിയൽ ലൈഫ്. ഓക്കെ, അങ്ങനെ സമയം ഒരുപാട് നാൾ കഴിഞ്ഞു പോയി. അപ്പോഴത്തേക്കും ഈ നരേറ്റർ അറിയാണ് ഇല ഈസ് ഗോയിങ് ടു മാരി നിക്കിനെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ അറിയുന്നു. അപ്പം നരേറ്റർ മൊത്തത്തിൽ വിഷമിച്ച് ഡിവസ്റ്റേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഹിലയുടെ വെഡ്ഡിങ് ഒക്കെ കഴിഞ്ഞു, ഓരോ കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ അതിനൊക്കെ ശേഷം ഹെവിലി ഡ്രിങ്ക് നല്ലപോലെ കുടിച്ചിട്ട് നിൽക്കുകയാണ് നമ്മളുടെ അൺനെയിംഡ് നരേറ്റർ. അപ്പം ഹി എൻഗേജസ് ഇൻ എ ഫിസിക്കൽ റിലേഷൻ വിത്ത് മെയ് പ്രൈസ്, അതായത് ട്രിഡിബിന് ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നു മെയ്. അപ്പോൾ മെയ് ആയിട്ടൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരികയാണ്. കാരണം ഹി വാസ് ഡ്രങ്ക് ആൻഡ് ഹി ബ്ലെയിംസ് ദ ഡെത്ത് ഓഫ് ട്രിഡിബിൻ്റെ ഡെത്തിന് കാരണം മെയ് ആണെന്ന് ഈ അൺനെയിംഡ് നരേറ്റർ മെയ്യോട് തന്നെ പറയുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു ഡ്രങ്കൺ സ്റ്റേറ്റിൽ താൻ പോലും അറിയാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ആൻഡ് ഹി വാസ് സോറി ഫോർ ദാറ്റ്, ഈ ബോധമൊക്കെ വന്നതിന് ശേഷം. ഓക്കെ,
അപ്പോൾ എണീറ്റതിന് ശേഷം ഹി സീക്സ് അപ്പോളജി, അങ്ങനെയാണ് കഥ മുത്തി നിൽക്കുന്നത്. ടെൽസ് ദാറ്റ് ട്രിഡിപ്പ് ഹാഡ് സേവ്ഡ് ഹെർ ലൈഫ്. ഈ സമയത്താണ് മെയ് റിവീൽ ചെയ്യുന്നത് അൺനെയിംഡ് നരേറ്ററിനോട് ട്രിഡിപ്പാണ് എൻ്റെ ലൈഫും തമ്മയുടെ ലൈഫും ഒക്കെ സേവ് ചെയ്ത് ട്രിഡിപ്പാണ് റിയൽ വാരിയർ എന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. ഓക്കെ, ഇത് നരേറ്ററിനെ നല്ലപോലെ തന്നെ ടച്ച് ചെയ്യുന്നു. ഹൗ ഹിസ് അങ്കിൾ സാക്രിഫൈസ്ഡ് ഹിസ് ലൈഫ് ടു സേവ് അതേഴ്സ്. അങ്ങനെ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ നോവൽ നമുക്ക് മനസ്സിലാവുന്ന ഇല ഈസ് നോട്ട് ഹാപ്പി വിത്ത് നിക്ക് ആൻഡ് നിക്ക് ഈസ് ഇൻ ടു അതർ ലവ് അഫെയർസ്. ഞാൻ ഈ കഥ പറഞ്ഞപ്പം നിങ്ങൾക്ക് തോന്നിക്കാണും, ലാസ്റ്റത്തെ ഈ പാട്ടത്തിൽ നിങ്ങൾക്ക് തോന്നിക്കാണും ഇലയുടെ ഹസ്ബൻഡിൻ്റെ കാര്യവും കഥയും അഫേഴ്സിൻ്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, എന്തിനാ അങ്ങനെയൊക്കെ ആയത്. ഇപ്പം ലാസ്റ്റ് വന്നിട്ട് വീണ്ടും ഇലയുടെ കല്യാണം നടക്കാൻ പോകുന്നു, ഇലയുടെ ഹസ്ബൻഡ് അഫേഴ്സ് ആവുന്നു എന്നൊക്കെ പറഞ്ഞത്. ഇറ്റ്സ് ബിക്കോസ് ദാറ്റ് നിങ്ങൾക്ക് ഈ പ്ലോട്ട് കോംപ്ലക്സ് ആയതുകൊണ്ട് തന്നെ അവിടെയും ഇവിടെയും നിന്ന് പറയുമ്പം നല്ല ഡിഫിക്കൽട്ടായിട്ട് തോന്നും കേൾക്കുമ്പോൾ. സോ ആദ്യമേ ഒരു ക്ലാരിറ്റി വരാനാണ് എന്താണ് നടന്നത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഈ പ്ലോട്ട് കറക്റ്റായിട്ട് പറയുന്നത്. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതാണ് ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത്. അതായത് ട്രിഡിപ്പ് സാക്രിഫൈസ്ഡ് ഹിസ് ലൈഫ് ടു സേവ് അതേഴ്സ്. പക്ഷേ ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് എന്താണ്? വയലൻസ് തന്നെയാണ് അല്ലേ, ഈ പാർട്ടീഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഈ നോവല് ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇവൻറ്റ്സിൻ്റെ ഇമ്പാക്റ്റ് നമ്മളുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ടെന്നാണ്. ലൈക്ക് ദ സ്വദേശി മൂവ്മെൻ്റ് ആവട്ടെ, വേൾഡ് വാർ 2 ആവട്ടെ, ഇന്ത്യയുടെ പാർട്ടീഷൻ ആവട്ടെ, കമ്മ്യൂണൽ റൈറ്റ്സ് ഒക്കെ ആവട്ടെ, ഇതൊക്കെ കാരണം നമ്മളുടെ ഇന്ത്യക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ഈ നോവലിൽ മെയിൻലി കാണാൻ പറ്റുന്നത്. പിന്നെ നിക്കിൻ്റെയും ഇലയുടെയും നിക്കിൻ്റെ കൊളോണിയൽ മൈൻഡ് സെറ്റ് എവിഡൻ്റ് ആവുന്നൊരു ഇൻസ്റ്റൻറ്റ് ഈ നോവലിലുണ്ട്. അതായത് നിക്ക് തൻ്റെ സ്കൂൾ മേറ്റ്സിനോട് എനിക്കൊരു ഫ്രണ്ടുണ്ട്, ആ ഫ്രണ്ട് പേര് ഇലയെന്നാണ്, ഇല എന്നൊക്കെ പറയാൻ ഇലയ്ക്കൊരു ഡോൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറയാൻ അവനിക്ക് ചമ്മലായിരുന്നു. ബിക്കോസ് ഷീ ഈസ് ആൻ ഇന്ത്യൻ. അവൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഇന്ത്യൻ ആണ് എന്നതുകൊണ്ട് അവനിക്ക് ബാക്കി സ്കൂൾ മേറ്റ്സിനോട് എനിക്കിങ്ങനെ ഇന്ത്യക്കാരിയായിട്ടുള്ളൊരു ഫ്രണ്ട് ഉണ്ട് എന്നൊരു പറയാനൊരു ചമ്മലുണ്ടായിരുന്നു. ചമ്മലെന്ന് മാത്രമല്ല, ഹി റെഫ്യൂസസ് ടു ഇൻട്രൊഡ്യൂസ് ഹെർ ടു ഹിസ് ഫ്രണ്ട്സ്. ഓക്കെ, അതുകൊണ്ട് തന്നെ റിവീൽ ചെയ്തില്ല ബിക്കോസ് ഷീ വാസ് എൻ ഇന്ത്യൻ. പിന്നെ ധാക്ക ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് ഫോർ മേജർ ഇവൻറ്റ്സ് ആയിട്ട് മാറി അല്ലേ ഈ നോവലിൽ. പിന്നെ ഇതിൻ്റെ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻ്റ് എന്ന് പറയുന്നത് കേൾ ഓഫ് പ്രോഫറ്റ് മുഹമ്മദ്സ് ഹെയർ കെപ്റ്റ് അറ്റ് ശ്രീനഗർ ഇൻ കാശ്മീർ. അതിൻ്റെ റെലിക് ഉണ്ടല്ലോ, ആ റെലിക്ക് ഡിസപ്പിയർ ആയി 1963. അപ്പം ഇത് കാരണം ഒരുപാട് റയറ്റ്സ് ഇറപ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് 3 സ്ഥലങ്ങളിലോട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ലൈക്ക് മെയ് കൽക്കട്ടയിലോട്ട് തിരിച്ചു വരുന്നു, തമ്മ ധാക്കയിലോട്ട് പോകുന്നു, ഷാഹിബിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ട്രിപ്പ് ലണ്ടനിലോട്ടുള്ള, അങ്ങനെ 3 പ്ലേസസ് ആണ് ഇതിനകത്ത് പറയുന്നത്, കൽക്കട്ട, ധാക്ക ആൻഡ് ലണ്ടൻ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ഒന്ന് ജസ്റ്റ് പറയാം. ഞാൻ വേണമെങ്കിൽ ഒരു പാർട്ട് 2 ആയിട്ട് ചെയ്യാം, ലൈക്ക് ക്യാരക്ടർ സ്കെച്ച് ആൻഡ് തീംസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാം. ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് നോവൽ. നിങ്ങളെല്ലാ ഈച്ച് ആൻഡ് എവറി പോയിൻ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് ചോദിക്കുമ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഈ ബോർഡേഴ്സിൻ്റെ കാര്യമാണ്. ഇമാജിനറി ബോർഡേഴ്സ് ആണല്ലേ നമുക്കുള്ളത്. ഈ ഷാഡോ ലൈൻസ് റിപ്രസെൻറ്റ് ചെയ്യുന്ന ഇൻവിസിബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ബൗണ്ടറീസ് ബിറ്റ്വീൻ കൺട്രീസ് സച്ച് ആസ് ഇന്ത്യ, പാകിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശാണ്. ഈ ബോർഡേഴ്സ് എന്ന് പറയുന്നത് ഫിസിക്കലി വിസിബിൾ ഒന്നുമല്ല, പക്ഷേ അവിടെ വിസിബിൾ അല്ലെങ്കിൽ പോലും ദേ ക്രിയേറ്റ് ഡിവിഷൻസ്, കോൺഫ്ലിക്ട്സ്, വയലൻസ്, ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ടൈറ്റിൽ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന വേറൊരു കാര്യം കൂടിയാണ്. നാഷണൽ ബോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഷാഡോ പോലെയാണ്, വിച്ച് ഇസ് ഇൻടാൻജിബിൾ ആൻഡ് ഇമാജിൻഡ് ബൈ ഹ്യൂമൻ ബീങ്സ്. People living on either side often share the same language, culture, history, yet are separated by these artificial lines. പിന്നെ നമുക്ക് ഈ ബ്ലേർഡ് ബൗണ്ടറീസ് ഓഫ് മെമ്മറി ആൻഡ് റിയാലിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ നോവലിൽ സ്ഥലങ്ങളും സമയങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്, ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ത്രൂ മെമ്മറീസ്. ദ നോവൽ മൂവ്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടൈംസ് ആൻഡ് പ്ലേസസ് ത്രൂ മെമ്മറീസ്. ഷാഡോ ലൈൻസ് ഓഫൻ സിംബലൈസ് ദ തിൻ ബൗണ്ടറി ബിറ്റ്വീൻ പാസ്റ്റ്, പ്രസൻറ്റ്, മെമ്മറി ആൻഡ് റിയാലിറ്റി, ഇമാജിനേഷൻ ആൻഡ് ട്രൂത്ത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് അവർ സിംബലൈസ് ചെയ്യാണ് ബിറ്റ്വീൻ ദ ബൗണ്ടറി ബിറ്റ്വീൻ ഈ പ്ലേസസ് ഒക്കെ. പിന്നെ മെമ്മറിയിലൂടെ ഈ കഥ പോകുന്നത് കൊണ്ട് തന്നെ ഈ നോവൽ ഫസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നും, ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് തോന്നും. ഓക്കെ, പിന്നെ ഹ്യൂമൻ റിലേഷൻഷിപ്പ് ബിയോണ്ട് ബോർഡേഴ്സ്. ദ നോവൽ ഷോസ് ദാറ്റ് ലവ്, ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി ടൈസ് ക്യാൻ ക്രോസ് നാഷണൽ ബൗണ്ടറീസ്, എംഫസൈസിങ് ദാറ്റ് ഹ്യൂമൻ കണക്ഷൻസ് ആർ സ്ട്രോങ്ങർ ദാൻ പൊളിറ്റിക്കൽ ഡിവിഷൻസ്. പിന്നെ നമ്മൾ ഷാഡോ ലൈൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷാഡോ ലൈൻസിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലിയർ കട്ട് ഡെഫിനിഷൻസ് ഒന്നും കാണൂല അല്ലേ, ദേ ആർ ബ്ലേർഡ്. അപ്പോൾ ബ്ലേർഡായിട്ട് നിൽക്കുന്ന ഷാഡോ ലൈൻസ് അതായത് ഫിസിക്കലി വിസിബിൾ അല്ല എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. ദേ ആർ ഫെയ്ഡഡ് ആൻഡ് ഫെയിൻറ്റ്. അതേപോലെ തന്നെ ബോർഡേഴ്സ് ആർ നെവർ സ്റ്റേബിൾ അല്ല.
അപ്പോൾ ഇതൊക്കെയാണ് ഷാഡോ ലൈൻസ് എന്നൊരു ടൈറ്റിൽ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അത് തീംസ് ഓഫ് മെമ്മറി, പാർട്ടീഷൻ, പോസ്റ്റ് കൊളോണിയലിസം ഒക്കെ എവിഡൻ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതൊരു ബിൽഡങ്സ് റോമനാണ്. കാരണം നമ്മൾ അൺനെയിംഡ് നരേറ്ററിൻ്റെ ജനിച്ചപ്പോൾ തൊട്ട് അഡൽട്ട്ഹുഡ് വരെയുള്ള ഒരിതും അൺനെയിംഡ് നരേറ്ററിൻ്റെ ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് എവിഡൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, 3 ജനറേഷൻസ് ഓഫ് ദ ഫാമിലി, പിന്നെ ഇംഗ്ലീഷ് ഫാമിലി, ഇന്ത്യൻ ഫാമിലി, പിന്നെ 2 പാർട്സ്, ഗോയിങ് അവേ ആൻഡ് കമ്മിങ് ഹോം, 8-year-old നരേറ്റർ, ട്രെഡിപ്പ്, തമ്മ, മായാദേവി, എല്ലാവർക്കും എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ തന്നെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ നിങ്ങൾ നോട്ട്സ് വായിച്ചു നോക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഓരോരോ കമൻറ്റ് ചെയ്യുമ്പോഴും നമുക്ക് വീഡിയോസ് ഇനിയും ചെയ്യാനൊരു മോട്ടിവേഷൻ കിട്ടും. താങ്ക് യു.